Hi, welcome you all for the question paper discussion in Great Indian Battle 13. ഇപ്പോൾ 13ാമത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലെ ബോട്ടണി ചോദ്യ പേപ്പറിന്റെ ഡിസ്കഷന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. സോ ലെറ്റ്സ് ഹാവ് ദ ആൻസേഴ്സ്. നോക്കാം മക്കളെ, സെക്ഷൻ എയിൽ 35 ചോദ്യങ്ങളാണ്. ആ 35 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ചോദ്യം നന്നായിട്ട് നോക്കാം മക്കളെ. ബസിഡിയോമൈസീറ്റ്സിന്റെ കേസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ബസിഡിയോമൈസീറ്റ്സിൽ നോക്ക്, മോഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എസ്. നമുക്കറിയാം ബസിഡിയോമൈസീറ്റ്സിലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. അപ്പോൾ ആദ്യം ഫ്രാഗ്മെന്റേഷൻ ഇവിടെ കാണിച്ചു. അങ്ങനെ ഫ്രാഗ്മെന്റേഷൻ ഉള്ളത് 2 മാത്രമാണ്. ഓക്കെ, അടുത്ത നോക്കാം മക്കളെ, സെക്സ് ഓർഗൻസ് ആ. അപ്പോൾ നമ്മൾ ബസിഡിയോമൈസീറ്റ്സിൽ സെക്സ് ഓർഗൻസ് എപ്പോഴും ആബ്സെന്റ് എന്ന് പറയാം. അതേപോലെ മക്കളെ വെജിറ്റേറ്റീവ് സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് ഫ്യൂസ് ബൈ ദ പ്രോസസ് ഓഫ് പ്ലാസ്മോഗമി ആണ്. ഡൈക്കാരിയോൺ ഉണ്ടാവും. ഡൈക്കാരിയോൺ ഗിവ് റൈസ് ടു ബസിഡിയം. ബസിഡിയം ബസിഡിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ A to E എന്ന് കറക്റ്റ് ആയിട്ട് പറയാനുള്ളത് സെക്കൻഡ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇസ് ഇറ്റ് ഓക്കെ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. മക്കളെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കാം. ഡിറ്ററോമൈസീറ്റ്സിലെ മൈസീലിയത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഫംഗസിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. ഇപ്പൊ സെപ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സെപ്റ്റേറ്റ് ആണ്. ബ്രാഞ്ച്ഡ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, നോ ഡൗട്ട് ഇറ്റ്സ് ബ്രാഞ്ച്. ഇപ്പൊ സെപ്റ്റേറ്റും ആണ് ബ്രാഞ്ച്ഡും ആണ്. ആകെ അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എസെപ്റ്റേറ്റ് ആയിട്ടുള്ളത് ഫൈക്കോമൈസീസിന്റെ കേസിലാണ്. മക്കളെ, 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഇൻ സം ഫംഗൈ, ഓക്കെ, ഫ്യൂഷൻ ഓഫ് 2 ഹാപ്ലോയിഡ് സെൽസ് റിസൾട്ട്സ് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ സം കേസസ് ആഫ്റ്റർ പ്ലാസ്മോഗമി, ഇങ്ങനെ ഫ്യൂഷനാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയാം. സം കേസസ് ആഫ്റ്റർ പ്ലാസ്മോഗമി 2 ന്യൂക്ലിയ പ്രസന്റ് ഇൻ ദ സെൽ. അപ്പം നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ ആ സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ 2 ന്യൂക്ലിയസ് ഇങ്ങനെ പെയറായിട്ട് നിൽക്കും. ഈ ഒരു ഫേസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. നോ ഡൗട്ട് ഇറ്റ്സ് ഡൈക്കാരിയോ ഫേസ്. 2 ഇസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104 ആണ് ക്വസ്റ്റ്യൻ. ഡോമിനന്റ് ആയിട്ടുള്ള ജനറേഷൻ ഇൻ ബ്രയോഫൈറ്റ്സ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിൽ മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ബ്രയോഫൈറ്റ്സിൽ നമ്മൾ ഗെമിറ്റോഫൈറ്റ് അല്ലേ അതിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. ആ മെയിൻ പ്ലാന്റ് ബോഡി ഗെമിറ്റോഫൈറ്റ് ആണ്. അതെപ്പോഴും ഹാപ്ലോയിഡ് ആണെന്നുള്ള കാര്യം അറിയണം. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 3, ഗെമിറ്റോഫൈറ്റ്. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 105ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോസ് പീറ്റ് is used as a packing material. അപ്പോൾ സ്ഫാഗ്നത്തെ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം? ഫോർ സെൻഡിങ് ഫ്ലവേഴ്സ് ആൻഡ് ലൈവ് പ്ലാന്റ്സ് ടു ഡിസ്റ്റന്റ് പ്ലേസസ്. ബിക്കോസ് അപ്പോൾ എന്തുകൊണ്ടാണ് പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ പറയാം? നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. ഇപ്പോൾ ബ്രയോഫൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ഫാഗ്നം എന്ന് പറയുന്ന പീക്മോസ് യെസ് പ്ലാന്റ് മെറ്റീരിയൽസ് ഈ ദൂര നാടുകളിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു ഡ്യൂ ടു ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. മക്കളെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. 6th ക്വസ്റ്റ്യൻ നോക്ക്. ബ്രയോഫൈറ്റ്സ് ആൽഗിയുമായിട്ട് എങ്ങനെയൊക്കെ സാമ്യം കാണിക്കാമെന്നാണ്. അപ്പൊ ബ്രയോഫൈറ്റ്സിന് സാമ്യമാണ്. 2 പേരും താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി ആയിക്കോട്ടെ. പ്രസൻസ് ഓഫ് റൂട്ട്സ് നമുക്കൊരിക്കലും ആർക്ക് പറയാൻ പറ്റില്ല, ബ്രയോഫൈറ്റ്സിൽ പറയില്ല. കാരണം ബ്രയോഫൈറ്റ്സിന് അവിടെ റൈസോയിഡ്സ് ആണ്. അപ്പോൾ അത് തട്ടി. നമുക്ക് താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി കറക്റ്റ് ആണ്. ലാക്ക് ഓഫ് വാസ്കുലർ ടിഷ്യൂ, 2 പേർക്കും വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, അത് കറക്റ്റ് ആണ് മക്കളെ. ലാക്ക് ഓഫ് വാസ്കുലർ ടിഷ്യൂസ് ആൻഡ് ഓട്ടോട്രോഫിക് എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവരുത്. വാസ്കുലർ ടിഷ്യൂസ് ഇല്ല എന്നാണ്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ഓക്കെ, ഡിഫറൻസിയേഷൻ ഓഫ് പ്ലാന്റ് ബോഡി ഇൻ ടു റൂട്ട് സ്റ്റം നമുക്ക് തട്ടാം. ദർ ഇസ് നോ ഡിഫറൻസിയേഷൻ. ഫിലമെന്റസ് ബോഡി, വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. അപ്പോൾ മക്കളെ 2 മാത്രമല്ലേ കറക്റ്റ് ആൻസർ? യെസ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിയുടെ കേസിൽ ദ സ്വള്ളൻ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ, മണ്ണിനടിയിലുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ഡയറക്ട്ലി NCERT ഇല്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും അറിയേണ്ട ഒരു എക്സാമ്പിൾ ആണ് ബൾബിനെ കുറിച്ച്. ബൾബിൽ അഗേവ് ആണ്, പക്ഷെ ബൾബ് എപ്പോഴും ഉള്ളി ഈ പറയുന്ന അണിയനാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. മക്കളെ, 8ാമത്തെ ചോദ്യത്തിലേക്കാണ് കയറുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. 8ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. സ്റ്റാൻഡേർഡ് പെറ്റലാണ്
വെക്സിലം ഇൻ പാപ്പിലോണിയസിയെ. നമുക്കറിയാം ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഇതള്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഇതള്, ശരിയല്ലേ? അതിനുശേഷം 2 വിങ് പെറ്റലും അതിനുശേഷം 2 കീൽ പെറ്റലാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് 2 വിങ് പെറ്റൽസ്, ഇതാണ് 2 വിങ് പെറ്റൽസ്, ഇതാണ് 2 കീൽ പെറ്റൽസ്. ഓക്കെ ആണല്ലോ? ശരി. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്നത് ഇതല്ലേ മക്കളെ സ്റ്റാൻഡേർഡ് പെറ്റൽ? ഇത് പോസ്റ്റീരിയർ ആണോ ആൻറ്റീരിയർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് പോസ്റ്റീരിയർ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കീൽ പെറ്റൽ ആണ് ആൻറ്റീരിയർ എന്ന് NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻറ്റീരിയർ കീൽ പെറ്റൽ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു പോസ്റ്റീരിയർ ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ളതല്ലേ മക്കളെ? പോസ്റ്റീരിയർ ഔട്ടർമോസ്റ്റ് അല്ലേ? യെസ്. ഓക്കെ, ലെറ്റ്സ് ഹാവ് ദ ക്വസ്റ്റ്യൻ നമ്പർ 9. 109ാമത്തെ ചോദ്യമാണ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കാം മക്കളെ. അപ്പോൾ കോളം വെച്ച് നമ്മൾ കണക്ട് ചെയ്യാണ്. BR എന്ന് പറയുന്നത് ബ്രാക്റ്റിയേറ്റ്. അപ്പോൾ നമ്പർ 1 അല്ലേ ആൻസർ മക്കളെ? A for 4 ആണ്. A for 4 ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കുക. K എന്ന് പറയുന്നത് കാലിക്സ്. ഓക്കെ, K for കാലിക്സ്. അപ്പോൾ B for 3 ഒരെണ്ണമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മക്കളെ C for ആരാ? C for കൊറോള. അപ്പോൾ C1 ആണ്. മക്കളെ P എന്താ? P പെരിയാൻ. അപ്പോൾ D for 2. മക്കളെ 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ ആണോ? ശരി. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ചോദ്യം നോക്ക്. 10ാമത്തെ ചോദ്യം നോക്ക് മക്കളെ. ഫങ്ഷൻ ഓഫ് കമ്പാനിയൻ സെൽ എസ്. ഫങ്ഷൻ ഓഫ് കമ്പാനിയൻ സെൽ എസ് നോക്കാം മക്കളെ. ടു മെയിൻറ്റെയിൻ ദ പ്രഷർ ഗ്രേഡിയൻ ഇൻ സീവ് ട്യൂബ്. മക്കളെ കമ്പാനിയൻ സെൽസിന് നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അവനല്ലേ സീ ട്യൂബിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 11ാമത്തെ ചോദ്യം നോക്കും മക്കളെ. 11th ക്വസ്റ്റ്യൻ. 111ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ആണ്. നോക്കാം. ആദ്യത്തെ നോക്കാം. കോളൻ കൈമ എന്ന് പറയുന്നത് മോണോക്കോട്ടിന്റെ എപ്പിഡമിസിൽ. തെറ്റല്ലേ മക്കളെ? ഡൈക്കോട്ട് സ്റ്റെമിന്റെ എപ്പിഡമിസിന് താഴെയല്ലേ? അപ്പോൾ അത് തെറ്റി. സ്ക്ലിയറൻ കൈമ യൂഷ്വലി ഡെഡ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസ്റ്റ്. എക്സെപ്റ്റ്ലി കറക്റ്റ് ആണ്. കാരണം അത് ഡെഡ് ആണ്, പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സൈലം പാരങ്കൈമ ലിവിങ് ആണ്, തിൻ വോൾഡ് ആണ്, പക്ഷെ ലിഗ്നിൻ അല്ല. ഓക്കെ, കമ്പാനിയൻ സെൽസ് സ്ക്ലിയറൻ കൈമയായിട്ട് ഒരു ബന്ധുവിൽ അത് പാരങ്കൈമാറ്റിസ് ആണ്. സോ 2 is the right answer. Okay, so let's move to the 12th question. മക്കളെ 12ാമത്തെ ചോദ്യമാണ്. 112 ആണ്. നോക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ വാസ്കുലർ ബണ്ടിൽ. ഇപ്പോൾ വാസ്കുലർ ബണ്ടിൽ നമ്മൾ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ സൈലും ഉണ്ട്, ഫ്ലോയും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇതിലെ മെരിസ്റ്റമാറ്റിക് ആരാ മക്കളെ? മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരാളേ ഉള്ളൂ. ആ ഒരാൾ ആരാന്നാ ചോദിക്കുന്നത്? അവനാണ് മക്കളെ ഇൻട്രാ ഫെസിക്കുലർ ക്യാമ്പിയം. ശരിയല്ലേ? ഇവൻ എപ്പിക്കൽ മെരിസ്റ്റമാണ്. എപ്പിക്കൽ മെരിസ്റ്റം അവിടെ തന്നെയുണ്ട്. സോ ഓൺലി 1 is the right answer. ബണ്ടിലിന്റെ ഉള്ളിൽ കാണുന്ന ഇൻട്രാ ഫെസിക്കുലർ ക്യാമ്പിയം അല്ലേ മക്കളെ മെരിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നീട് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത്? യെസ്. അനാറ്റമി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് ആണ് അത്. പക്ഷെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് ആ ടോപ്പിക് ഇല്ല സെക്കൻഡറി ഗ്രോത്ത്. പക്ഷെ ഇനീഷ്യൽ പാർട്ടിൽ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അടുത്ത് നോക്കാം. 113ാമത്തെ ചോദ്യമാണ്. 113. മോണോക്കോട്ട് റൂട്ട് നോക്കാം മക്കളെ. മോണോക്കോട്ട് ഡിഫേഴ്സ് ഫ്രം ഡൈക്കോട്ട് റൂട്ട്. അപ്പം ഇത് ഇങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മോണോക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും കൊണ്ട് വരച്ച് കാണിക്കാം. മോണോക്കോട്ട് റൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പിത്തുണ്ട്, അതേപോലെ തന്നെ വാസ്കുലർ ടിഷ്യൂസ് അതായത് സൈലം ആൻഡ് ഫ്ലോയം ഒരുപാടുണ്ട്. ശരിയല്ലേ? ഒരുപാട് സൈലം ആൻഡ് ഫ്ലോയം ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതെപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. അതേസമയം ഡൈക്കോട്ട് റൂട്ടിന്റെ പ്രത്യേകത എന്താ? ഡൈക്കോട്ട് റൂട്ടിൽ എപ്പോഴും ഈ പറയുന്ന ഇവന്മാർ കുറച്ചല്ലേ ഉള്ളൂ. ടെട്രാർക്കല്ലേ. അപ്പൊ ഇത് ഡൈക്കോട്ട് റൂട്ട് ഞാൻ DR എന്ന് കൊടുത്തു. ഇത് മോണോക്കോട്ട് റൂട്ട് ഞാൻ MR എന്ന് കൊടുത്തു. അപ്പൊ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? പ്രസൻസ് ഓഫ് മോർ ദാൻ 6 സൈലം ബണ്ടിൽ കറക്റ്റ് ആണല്ലോ. വെൽ ഡെവലപ്ഡ് പിത്ത് കറക്റ്റ് ആണല്ലോ. ആബ്സെൻസ് അതും കറക്റ്റ് അല്ലേ? അപ്പൊ മക്കളെ 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ഓൾ ഓഫ് ദീസ് അല്ലേ കറക്റ്റ് ആൻസർ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ 114ാമത്തെ ചോദ്യം.
നോക്കാം മക്കളെ, 2 സബ് യൂണിറ്റ്സ് 40-60. ഇപ്പൊ 2 സബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ റൈബോസോമിന്റെ കേസിലാണ് ലാർജറും സ്മോളറും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്മോളർ 40 ആണ്, ലാർജർ 60 ആണ്. ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇത് യൂക്കാരിയോട്ടിന്റെ അല്ലേ മക്കളെ? ഇപ്പൊ യൂക്കാരിയോട്ടിന്റെ ആണെങ്കിൽ അപ്പോഴും നമ്മൾ എന്താ പറയാ 80S ആണ്. അപ്പൊ യൂക്കാരിയോട്ടിന്റെ റൈബോസോം ആണ്. സോ വി ക്യാൻ യൂസ് ദ ആൻസർ 2 ഓൺലി. രണ്ടും കൂടെ കൂട്ടി 100 എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ 80S എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. യെസ്. Let's move to the 115 question. 115. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് ആരാ? 2 സെല്ലുകളെയും കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇതിലേതാ മക്കളെ കറക്റ്റ് ആൻസർ? കണക്ഷൻസ് ബിറ്റ്വീൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ അഡ്ജസൻറ്റ് സെൽസ്. ഇതല്ലേ എക്സാക്ട് ആൻസർ? ലിഗ്നിഫൈഡ് ആയിട്ടുള്ള സിമെന്റഡ് ലെയർ ആണോ? അല്ല. ലോക്കോമോട്ടറി ആണോ? ന്യൂക്ലിയസിനെയും സെൽ വാളിനെയും കണക്ട് ചെയ്യുന്നതാണോ? സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആണ് മക്കളെ. ലെറ്റ്സ് മൂവ് ടു ദ 116th ക്വസ്റ്റ്യൻ. 116ാമത്തെ ചോദ്യം നോക്കും മക്കളെ. നമ്മുടെ സ്വന്തം പ്ലാസ്മ മെംബ്രെയിൻ്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എ എന്ന് പറയുന്നത് ആരാന്നാണ് ചോദ്യം. എ എന്ന് പറയുന്നത് മക്കളെ അത് ഷുഗർ അല്ലേ? അതെ, എ ഷുഗർ ആണ്. അപ്പൊ ഇത് എ ആണ് മക്കളെ. അടുത്ത് നോക്കുക, ബി എന്ന് പറയുന്നത് ആരാ? ബി എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രോട്ടീൻ അല്ലേ? അവർ ബി അത് കറക്റ്റ് ആണല്ലോ മക്കളെ. വീണ്ടും നോക്കുക, സി എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ ആണ്. ദ ലിപ്പിഡ് ബൈലെയർ. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് ആരാ? ഇന്റഗ്രൽ പ്രോട്ടീൻ അല്ലേ? അപ്പൊ ഡി യു ആയല്ലോ. എ ബി സി ഡി കറക്റ്റ് ആണല്ലോ. അപ്പൊ മക്കളെ A1 ആണ്. യെസ്. B2, C3, D4 കറക്റ്റ് അല്ലേ? അപ്പൊ 1 അല്ലേ മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? യെസ്. 117ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ഡയാകൈനസിസ് ഇസ് മാർക്ഡ് ബൈ. അപ്പൊ ഡയാകൈനസിസ് നമുക്കറിയാം നമ്മുടെ പ്രോഫേസ് ഫസ്റ്റിലെ അവസാനത്തെ സ്റ്റേജ് ആണ്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റി അല്ലേ? ശരിയല്ലേ? അപ്പൊ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. പൂർണ്ണമായും സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത് അനാഫേസ് 1ലാണ്. പക്ഷെ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും. ക്രോസിംഗ് ഓവർ നടന്ന സൈറ്റ് അടക്കം വിട്ടുപോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ് ഡിസ്റ്റിംഗ്വിഷ് ദ പ്രോഫേസ് ഓഫ് മിയോസിസ് ഫ്രം ദ പ്രോഫേസ് ഓഫ് മൈറ്റോസിസ്? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും എടുത്തു മക്കളെ. മൈറ്റോസിസും എടുത്തു, അതേപോലെ മിയോസിസ് എടുത്തു. ഓക്കെ ആണോ? ശരി. രണ്ടുപേരുടെയും പ്രോഫേസ് എടുക്കുകയാണ്. മൈറ്റോസിന്റെ പ്രോഫേസിനെ വെറും പ്രോഫേസിനും മിയോസിന്റെ പ്രോഫേസിനെ പ്രോഫേസ് ഫസ്റ്റ് എന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കും മക്കളെ. ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഡിസ്റ്റിംഗ്വിഷ് ആണ് ചോദിക്കുന്നത്. അത് രണ്ടിലും സെയിം ആണ്. അപ്പൊ അത് വിട്ടു. അടുത്ത് നോക്കുക, ക്രോമസോം വിസിബിൾ ആവാൻ തുടങ്ങും. ഇപ്പൊ രണ്ടിലും വിസിബിൾ ആവുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഹോമോലോഗസ് ക്രോമസോംസ് ജോഡികളായി മാറും. അങ്ങനെ ജോഡികളായിട്ട് മാറുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? അങ്ങനെ ജോഡികളായി മാറുന്നതിനല്ലേ സിനാപ്സിസ്. അപ്പൊ സിനാപ്സിസ് മിയോസിസിലെ പ്രോഫേസിലല്ലേ കാണാം. അതല്ലേ ഒരു മേജർ ഡിഫറൻസ്. അപ്പൊ 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം 2 പ്രോഫേസിലും സംഭവിക്കും. ഓക്കെ, യെസ്. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 119. 119 നോക്കുക മക്കളെ. ഏത് സെൽ സൈക്കിൾ ഫേസിലാണ് മക്കളെ സ്പിൻഡിൽ ഫൈബേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത്? അപ്പൊ സ്പിൻഡിൽ ഫൈബേഴ്സിന് ആവശ്യമായ പ്രോട്ടീൻ നോക്കുക മക്കളെ. G1 ഫേസ് എന്ന് പറഞ്ഞ ടൈം ഇന്റർവൽ ആണ്. സെൽ ഓർഗൻസിന്റെ ഡബ്ലിംഗ് ഒക്കെയാണ്. അതേസമയം എസ് ഫേസ് എന്ന് പറയുന്നതോ DNA ഡ്യൂപ്ലിക്കേഷൻ. G2 അല്ലേ മക്കളെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്? യെസ്. ഓക്കെ മക്കളെ, 120ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു. 120. യുളോത്രിക്സിൽ മക്കളെ ഗാമീറ്റ്സിന്റെ പ്രത്യേകത എന്താ? അപ്പൊ ഗാമീറ്റ്സിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു സംഗതിയാണ് റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ഐസോഗാമിയിലല്ലേ യുളോത്രിക്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കാം. യെസ്, യുളോത്രിക്സിന് ഒരു എക്സാമ്പിൾ നമ്മൾ ഐസോഗാമിയിലെ കൊടുക്കുക. എന്താ അതിന്റെ പെക്യുലാരിറ്റി മക്കളെ? അതിന്റെ പെക്യുലാരിറ്റി എന്താന്ന് ചോദിച്ചാൽ ഫ്ലജലേറ്റർ ആണോ? യെസ്, ഫ്ലജലേറ്റർ ആണ്. ഡിസിമിലർ ആണോ സിമിലർ ആണോ മക്കളെ? സിമിലർ ഇൻ സൈസ് അല്ലേ? ഇപ്പൊ യുളോത്രിക്സ് ഫ്ലജലേറ്റർ ആണ്. ഡിസിമിലർ ആണോ സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ ഒരേപോലത്തെ സാമ്യമുള്ള ഗാമീറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷൻ. അതല്ലേ മക്കളെ യുളോത്രിക്സ് ഐസോഗാമിയിൽ വന്നത്? യെസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 21. 121 ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. C4 പ്ലാന്റ് സാച്ചൻസ്ലാക്ക് പാത്വേയിൽ കാൽവിൻ സൈക്കിള് ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാ? കാൽവിൻ സൈക്കിൾ അല്ലേ മക്കളെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. അപ്പൊ C4 പാത്വേയിൽ 2 സെൽസ് ഉള്ള കാര്യം അറിയാം. ഏതൊക്കെയാ? ഒന്ന് ബണ്ടിൽ ഷീറ്റ് സെല്ലും ഉണ്ട്,
ഒന്ന് മക്കളെ ബണ്ടിൽ ഷീറ്റ് സെല്ലും ഉണ്ട്, ഒന്ന് അതേപോലെ തന്നെ മീസോഫിലും ഉണ്ട്. ശരിയല്ലേ? അപ്പം മുകളിൽ മീസോഫിലാണ്, താഴെ ബണ്ടിൽ ഷീറ്റാണ്. ഓക്കെ. എവിടെ വെച്ചിട്ടാണ് കാൽവിൻ സൈക്കിൾ നടക്കുന്നത്, ഗ്ലൂക്കോസ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ടല്ലേ ഗ്ലൂക്കോസിന്റെ സിന്തസിസ്. അത് ഗ്ലൂക്കോസ് സ്ട്രോമയിലാണോ അതോ ഗ്രാനയിലാണോ? ഒരു സംശയമില്ല മക്കളെ, സ്ട്രോമയിൽ വെച്ചിട്ടല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു സ്ട്രോമ ഓഫ് ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ കറക്റ്റ്? യെസ് മക്കളെ. 122ാമത്തെ ചോദ്യം നോക്ക്. പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റ് ഇൻ C3 പ്ലാന്റ്സ്. കാൽവിൻ സൈക്കിളിൽ ആദ്യമായി കാർബൺ ഡൈ ഓക്സൈഡിനെ വാങ്ങുന്നത് ആരാന്നാണ്? ഒരു സംശയമില്ല മക്കളെ, ഇറ്റ്സ് 1 RUBP. ആരും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അത് മക്കളെ. 123ാമത്തെ ചോദ്യം 123ലേക്ക് പോവാണ്. ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനിൽ അവസാനം ഉണ്ടാവുന്നത് ATP മെറ്റബോളിക് വാട്ടറും അല്ലേ? അപ്പൊ 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. അടുത്ത് നോക്കാം 124 ആണ്. 124 സിട്രിക് ആസിഡ് സൈക്കിള് എവിടെ വെച്ചിട്ടാണ് നടക്കാം? സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്ന സ്ഥലം മക്കളെ എവിടെ വെച്ചിട്ടാണ് നടക്കാൻ ചോദിച്ചാൽ സൈറ്റോസോൾ എന്ന് പറഞ്ഞ സൈറ്റോപ്ലാസ് ആണ് ഗ്ലൈക്കോളൈസിസ്. മൈറ്റോകോൺട്രിയല്ലേ മക്കളെ കറക്റ്റ് ഓപ്ഷൻ? മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിൽ വെച്ചിട്ടല്ലേ TCA സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ? യാ ദാറ്റ്സ് ഇറ്റ് മക്കളെ. 125ാമത്തെ ചോദ്യം നോക്ക്. ക്രബ് സൈക്കിള് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എസറ്റൈൽ കോഎൻസൈം AN. ഏതാ മക്കളെ? ക്രബ് സൈക്കിളിൽ തുടക്കം പറയാം. അപ്പൊ ക്രബ് സൈക്കിളിൽ തുടക്കത്തിൽ 4 കാർബൺ ഉള്ള ഓക്സാലോ അസെറ്റിക് ആസിഡ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യാം? എസറ്റൈൽ കോഎൻസൈം A. ഇവനുമായിട്ടല്ലേ കമ്പൈൻ ചെയ്യാം? ഇവൻ എത്ര കാർബണാ? 2 കാർബൺ അല്ലേ? എന്നിട്ട് എന്താ സംഭവിക്കുക? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടല്ലേ 6 കാർബണുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്? 6 കാർബണുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? 6 കാർബണുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യാനായിട്ട് എസറ്റൈൽ കോഎൻസൈമെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഓക്സാലോ അസെറ്റിക് ആസിഡ് എന്ന 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടല്ലേ റിയാക്ട് ചെയ്യാം ഇൻ റെസ്പിറേഷൻ ക്രബ് സൈക്കിൾ. മക്കളെ 126ാമത്തെ ചോദ്യമാണ്. എനേറോബിക് റെസ്പിറേഷന്റെ സൈറ്റ് എവിടെ വെച്ചിട്ടാണ് നടക്കുക? ഒരു സംശയമില്ല മക്കളെ, സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. കാരണം എന്താ? മൈറ്റോകോൺട്രിയൽ വെച്ച് ഒരിക്കലും നടക്കില്ല. ഗ്ലൈക്കോളൈസിസിലാണ് തുടക്കം എനേറോബിക്കിന്റെ. അപ്പൊ പിന്നെ ഗ്ലൈക്കോളൈസിസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഓക്കെ. 127ാമത്തെ ചോദ്യത്തിലേക്കാട്ടോ പോകുന്നത്. 127 ഹെട്രോഫിലി. അതിന്റെ പേര് തന്നെ നമുക്കറിയാം, പലതരമില്ല. ഒരു ചെടിയിൽ തന്നെ പല ഫോംസിലുള്ള ലീഫ്, ദാ ഇങ്ങനെയുള്ള ലീഫ്, ദാ ഇങ്ങനെയുള്ള ലീഫ്, ഇതല്ലേ മക്കളെ ഹെട്രോഫിലി. എന്നിട്ടൊന്ന് ഓപ്ഷൻസിലേക്ക് നോക്ക്. ദ അപ്പിയറൻസ് ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ലീവ്സ് ഓൺ ദ സെയിം പ്ലാന്റ് സ്പീഷീസ്. മക്കളെ അത് കറക്റ്റ് അല്ലേ? വ്യത്യസ്ത ഫോമിലുള്ള ഇലകൾ, ശരിയല്ലേ? അപ്പിയറൻസ് ഓഫ് സെയിം ഫോം ഓഫ് ലീവ്സ് ഇൻ ഡിഫറെന്റ് പ്ലാന്റ്സ് അല്ല, സെയിം ഫോം ഓഫ് ഫ്ലവേഴ്സ് അല്ല, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫ്രൂട്ട്സ് അല്ല. അപ്പൊ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാന്ന് ചോദിച്ചാൽ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്, ഇറ്റ്സ് 1. 128ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. എപ്പിക്കൽ ഡോമിനൻസ് ആണ്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഗതിയാണ്. തലഭാഗം വളർന്ന് വളർന്ന് മുകളിലോട്ട് പോവുക, ശരിയല്ലേ? തലഭാഗം ഗ്രോ ചെയ്ത് പോവുക. ഇതിങ്ങനെ ഞാൻ മുമ്പേ എന്ന് പോവുക ബൈ ദ ആക്ടിവിറ്റി ഓഫ് ദ ഓക്സിൻ. മക്കളെ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നോക്ക്. സപ്രഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് എപ്പിക്കൽ ബഡ് അല്ല, എപ്പിക്കൽ ബഡ് വളരുന്നല്ലേ എപ്പിക്കൽ ഡോമിനൻസ്. അടുത്ത നോക്കുക. ഗ്രോയിങ് എപ്പിക്കൽ ബഡ് ശാഖകളുടെ വളർച്ചയെ തളർത്തും, ശരിയല്ലേ? അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? സോ ദ സെക്കൻഡ് വൺ ആസ് ദ റൈറ്റ് ആൻസർ. ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നത് തളർത്തി എപ്പിക്കൽ ബഡ് മുകളിലോട്ട് വളരുന്ന ഓക്സിന്റെ കഴിവാണ്. സോ ദാറ്റ് ഇസ് എപ്പിക്കൽ ഡോമിനൻസ്. മക്കളെ 129th ക്വസ്റ്റ്യൻ നോക്ക്. എക്സ്പൊനൻഷ്യൽ ഗ്രോത്ത് ആണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് 2 ഗ്രോത്ത് മോഡൽ ഉണ്ട്, 2 ഗ്രോത്ത് കർവ് ഉണ്ട് ഗ്രോത്തിന്റെ കേസിൽ. ഓക്കെ, എക്കോളജിയിലല്ല, ഗ്രോത്തിന്റെ കേസിലാണ്. ഒന്ന് അരിത്തമെറ്റിക് ഉണ്ട്, ജോമെട്രിക്കലുണ്ട്. ജോമെട്രിക്കൽ തന്നെ എക്സ്പൊനൻഷ്യൽ. ഏതെടുത്താലും കുഴപ്പമില്ല. W1 is equal to W0 into e raised to RT നമ്മൾ പഠിക്കുന്നതാണ് ഈ സംഭവം. LT വെച്ച് തുടങ്ങുന്ന അരിത്തമെറ്റിക് ആണ്. റൈറ്റ്? അപ്പൊ ഒരിക്കലും ഇത് പറയാൻ പറ്റില്ലല്ലോ, പ്ലസ് വരുമല്ലോ, ഇല്ല. ഓക്കെ മക്കളെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 130ാമത്തെ ചോദ്യം. 130 നോക്കുക. assured seed set is possible even in the absence of pollinators when the pollination is. നോക്കാം മക്കളെ,
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സീഡ് ഉണ്ടാവുന്നു, പോളിനേറ്റിംഗ് ഏജൻസ് ഇല്ലെങ്കിൽ നമുക്കറിയാം ക്ലോസ്ഡ് ഫ്ലവർ. ഏതാ മക്കളെ ക്ലോസ്ഡ് ഫ്ലവർ? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് അല്ലേ ക്ലോസ്ഡ് ഫ്ലവർ? യെസ്. 131 നോക്ക് മക്കളെ. 131. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ്. ശരിയായ ഓപ്ഷൻ എടുക്കുക. ഓവ്യൂൾ ഇസ് അറ്റാച്ച്ഡ് ടു ദ പ്ലാസന്റ ബൈ എ സ്റ്റോക്ക് കോൾഡ് ഫിലമെന്റ്. അത് തെറ്റല്ലേ മക്കളെ? നമ്മളിപ്പോൾ ഓവ്യൂള് വരയ്ക്കാൻ പോയാൽ ദാ ഇങ്ങനെ ഓവ്യൂള് വരയ്ക്കാൻ പോയി എന്ന് വിചാരിച്ചോ. ഇങ്ങനെ ഓവ്യൂള് വരച്ചു. ഓക്കെ, ഇങ്ങനെ ഓവ്യൂള് വരച്ചു. ഇങ്ങനെ ഓവ്യൂള് വരച്ചു കഴിഞ്ഞാൽ ദാ ഇതല്ലേ മക്കളെ ഇൻറ്റഗ്യുമെന്റ്സ്. ദാ ഇതാണ് എംബ്രിയോസാക്ക് അല്ലേ? ഇത് എംബ്രിയോസാക്ക്. ഇതാണ് ഔട്ടർ ഇൻറ്റഗ്യുമെന്റ്, ഇന്നർ ഇൻറ്റഗ്യുമെന്റ്. ഇതാണ് മക്കളെ ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ ഹൈലം എന്നും വിളിക്കും. ശരിയല്ലേ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓവ്യൂൾ ഇസ് അറ്റാച്ച്ഡ് ടു ദ പ്ലാസന്റ ബൈ എ സ്റ്റോക്ക് നോൺ ആസ് ഫ്യൂണിക്കിൾ എന്ന് വരേണ്ട സ്ഥാനത്ത് അവിടെ ഫിലമെന്റ് എന്ന് വന്നു, തെറ്റി. അടുത്ത നോക്കാം മക്കളെ. ബോഡി ഓഫ് ദ ഓവ്യൂൾ. ശരിയല്ലേ? ബോഡി ഓഫ് ദ ഓവ്യൂൾ ഫ്യൂസസ് വിത്ത് ദ ഫ്യൂണിക്കിൾ ബൈ ഹൈലം. ഇത് ഹൈലം എന്നല്ലേ പറയാ? അപ്പൊ അത് കറക്റ്റ് അല്ലേ മക്കളെ? അത് കറക്റ്റ് ആണ്. അപ്പൊ ബി കറക്റ്റ് ആണ്. അപ്പൊ ബി കറക്റ്റ് എന്ന് പറയുമ്പം ഇതൊക്കെ നമുക്ക് തട്ടാം. എയും തട്ടാം, 2ഉം തട്ടാം. കാരണം ബി കറക്റ്റ് 3 and 4 മാത്രം. വീണ്ടും അടുത്ത് നോക്കാം മക്കളെ. 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ആർ കോൾഡ് ഇൻറ്റഗ്യുമെന്റ്സ്. ഇൻറ്റഗ്യുമെന്റ്സ്. ശരിയല്ലേ മക്കളെ? ഇൻറ്റഗ്യുമെന്റ്സ്. അപ്പൊ ഇതല്ലേ ഇൻറ്റഗ്യുമെന്റ്സ്? ഔട്ടർ ഇൻറ്റഗ്യുമെന്റും അതേപോലെ തന്നെ ഔട്ടർ ഇൻറ്റഗ്യുമെന്റ്സും ഇന്നർ ഇൻറ്റഗ്യുമെന്റ്സും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ്. ദ സ്മോൾ ഓപ്പണിംഗ് അറ്റ് ദ ടിപ്പ് ഇസ് ജേംപോ. തെറ്റ്. അത് മൈക്രോപൈൽ അല്ലേ വരേണ്ടത്? അപ്പൊ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഏതൊക്കെയാ? ബിയും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണ്. അപ്പൊ 4th one ഇസ് ദ റൈറ്റ് വൺ. 4ാമത്തതല്ലേ കറക്റ്റ്? യെസ്. വീണ്ടും 132ാമത്തെ ചോദ്യം നോക്കുകയാണ്. ഫോർമേഷൻ ഓഫ് ലിക്വിഡ് എൻഡോസ്പം ഇൻ കോക്കനട്ട്. ഇപ്പൊ തേങ്ങാവെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് ലിക്വിഡ് എൻഡോസ്പം. അതിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനാണ്. മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനാണ്. ആ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷന്റെ കാരണം എന്താ മക്കളെ? മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷന്റെ കാരണം 2 ന്യൂക്ലിയസ് ഫോം ചെയ്ത ശേഷം സാധാരണ സൈറ്റോകൈനസിസ് നടക്കണ്ടേ? അത് നടന്നില്ല. അപ്പൊ സൈറ്റോകൈനസിസ് നടക്കാത്തത് കൊണ്ടല്ലേ? യെസ്. അപ്പൊ ആ ഒരു സംഗതി എന്താന്ന് നോക്കാം. കാരിയോകൈനസിന് ശേഷം സൈറ്റോകൈനസിസ് നടന്നില്ല മക്കളെ. ഇതല്ലേ കാരിയോകൈനസിസ്? ആ കാരിയോകൈനസിന് ശേഷം സൈറ്റോകൈനസിസ് നടന്നോ? ഇല്ല. അപ്പൊ മക്കളെ ഏതാ കറക്റ്റ് ആൻസർ? 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ആ രണ്ടാമത്തെ നോക്ക്. കാരിയോകൈനസിസ് ഇസ് ഫോളോഡ് ബൈ. അത് തെറ്റല്ലേ? നടക്കുന്നില്ലല്ലോ. ഫോർമേഷൻ ഓഫ് ലിക്വിഡ് എൻഡോസ്പം ഇസ് നോട്ട് ഡിപ്പെൻഡന്റ് അപ്പോൺ കാരിയോകൈനസിസ്. അതും തെറ്റ്. അപ്പൊ മക്കളെ അത് നമ്മൾ വിട്ടു. സെക്ഷൻ ബിയിലേക്ക് നമ്മൾ കടക്കാണ്. 35 ഗംഭീരമായ ചോദ്യങ്ങൾ നമ്മൾ സെക്ഷൻ എയിൽ ചെയ്തു. ഇനി സെക്ഷൻ എയിൽ 15, സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. 10 നമ്മൾ ചെയ്താൽ മതിയായിരുന്നു. ആ 15 എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു. ദ എൻസൈം വിച്ച് ആർ അബ്സല്യൂട്ട്ലി നെസസറി ഫോർ റീകോംബിനന്റ് DNA ടെക്നോളജി. ബയോടെക്നോളജിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. ഏതാണ് എൻസൈം എന്നുള്ളതാണ്. നോക്കൂ മക്കളെ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ടോപ്പോ ഐസോമറൈസിസ് നമുക്ക് വേണ്ട. RNA പോളിമറൈസിസും ലിപ്പേസസ് നമുക്ക് വേണ്ട. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിസും ലിഗേസസും. സോ 3 is the right statement. ശരിയല്ലേ? ഓക്കെ മക്കളെ. 134 നോക്കുക. 134ാമത്തത്. ദ കോളനീസ് ഓഫ് റീകോംബിനന്റ് ബാക്ടീരിയ appear white in contrast to blue colors of non-recombinant bacteria. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കും മക്കളെ. റീകോംബിനന്റ് ബാക്ടീരിയകൾ വൈറ്റ്, സത്യമല്ലേ? അതേസമയം നോൺ റീകോംബിനന്റ് കോളനീസ് ബ്ലൂ കളർ, സത്യമല്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഇത് റീകോംബിനന്റ് എന്ന് വിചാരിക്കുക, അതേസമയം ഇത് നോൺ റീകോംബിനന്റ്. ഓക്കെ, അതെങ്ങനെ സംഭവിച്ചു എന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എങ്ങനെ സംഭവിച്ചു മക്കളെ? ഈ 2 എണ്ണത്തിനെ കുറിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ സംഭവിച്ചത്? ഇത് റീകോംബിനന്റ്, ഇത് നോൺ റീകോംബിനന്റ് എന്ന് വിചാരിക്കുക. എങ്ങനെ അത് സംഭവിച്ചു? ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. എവിടെ ഇൻസേർട്ട് ചെയ്ത് മക്കളെ? ബീറ്റ ഗാലക്ടോസിഡേസിലാണ് ഇൻജെക്ട് ചെയ്തത്. ശരിയല്ലേ? രണ്ടിലും ബീറ്റ ഗാലക്ടോസിഡേസിലേക്ക് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ആദ്യത്തെ കേസിൽ എന്താ സംഭവിച്ചത്? ആദ്യത്തെ കേസിൽ എന്ത് സംഭവിച്ചു? ബീറ്റ ഗാലക്ടോസിഡേസ്
ഇനാക്റ്റീവായി. ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവായി. രണ്ടാമത്തെ കേസിൽ ബീറ്റ ഗാലക്ടോസിഡേസിന് ഒന്നും സംഭവിച്ചില്ല, ഇത് ആക്റ്റീവ്. അതിൻ്റെ അർത്ഥം ഫോറിൻ DNA കയറിയില്ല എന്നല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഫോറിൻ DNA കയറിയിട്ടില്ല. ഫോറിൻ DNA കയറിയിട്ടില്ലെങ്കിൽ ഇത് നോൺ റീകോമിനന്റ് അല്ലേ? ഫോറിൻ DNA കയറിയിട്ടില്ലെങ്കിൽ ഇത് നോൺ റീകോമിനന്റ് അല്ലേ? ഇവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവായി. അതിൻ്റെ അർത്ഥം ഫോറിൻ DNA കയറിയെന്നല്ലേ. അപ്പൊ ഇത് റീകോമിനന്റ് അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് വൈറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ബീറ്റ ഇനാക്റ്റീവായി. എങ്ങനെ ബ്ലൂ ആയെന്ന് ചോദിച്ചാൽ ബീറ്റ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്റ്റെയിൻ ചെയ്ത ബ്ലൂ കളർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ ആക്ടിവേഷൻ ഓഫ് ഗ്ലൈക്കോസിഡേസ് എൻസൈം ആണോ? അല്ല. നോൺ റീകോമിനന്റ് ബാക്ടീരിയക്ക് ബീറ്റ ഗാലക്ടോസിഡേസ് ഉള്ളത് കൊണ്ട് മാത്രമാണോ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇൻസേർഷൻ ഇനാക്ടിവേഷനോ? നോൺ റീകോമിനന്റ് ബാക്ടീരിയക്ക് ബീറ്റ ഉണ്ടാവുന്നതുകൊണ്ട് മാത്രം അങ്ങനെ വരുമോ? ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് ഇൻ നോൺ റീകോമിനന്റ് ഉണ്ട്. അതേപോലെ മക്കളെ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ജീൻ കോഡിംഗ് ബീറ്റ ഗാലക്ടോസിഡേസ് ഇൻ റീകോമിനന്റ്. അപ്പൊ റീകോമിനന്റ് അല്ലേ ഇനാക്റ്റീവ് ആയത്? ഏത്? ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവ് ആയത് റീകോമിനന്റിലാണ്. അപ്പൊ അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. നോൺ റീകോമിനന്റില് ഇനാക്റ്റീവ് ആയോ? ഇല്ല. നോൺ റീകോമിനന്റിൽ ബീറ്റ ഉള്ളതുകൊണ്ട് മാത്രമാണോ? ബീറ്റ ഉള്ളതുകൊണ്ടാണ് ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ. അത് ഇനാക്റ്റീവ് ആയതുകൊണ്ടാണ് വൈറ്റ് കളർ കാണിച്ചത്. ശരിയല്ലേ? ഇപ്പൊ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ജീൻ കോഡിംഗ് ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവായി. കാരണം ഫോറിൻ DNA കുത്തിവെച്ചപ്പോൾ ആ പഴയ ക്യാരക്ടർ ലോസ് ആയി, ബീറ്റ ഇനാക്റ്റീവായി. ബീറ്റ ഇനാക്റ്റീവ് ആയാൽ നീല നിറം കൊടുത്താൽ അത് എടുക്കില്ല. അപ്പൊ റീകോമിനന്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും. ശരിയല്ലേ മക്കളെ? അതേസമയം ബീറ്റ ഇനാക്റ്റീവ് ആയില്ല. ബീറ്റ ആക്റ്റീവായിട്ട് നിലനിന്നു. അപ്പൊ നിറം കൊടുത്താൽ അത് ബ്ലൂ കളർ കാണിക്കില്ലേ? അപ്പൊ ബീറ്റ ഇനാക്റ്റീവ് ആവാതെ ആക്റ്റീവായിട്ട് നിലനിന്നതിൽ ഫോറിൻ DNA കയറിയിട്ടില്ല. സോ നാലാമത്തെ അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഫോറിൻ DNA കയറിയാൽ വൈറ്റ് കളർ, ഫോറിൻ DNA കയറിയില്ലെങ്കിൽ ബ്ലൂ കളർ. ഓക്കെ ആണോ? സോ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 135. റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA കട്ട് ചെയ്യുന്നത് എവിടെയാ? ബിറ്റ്വീൻ സെയിം ടു ബേസസ് ഓൺ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ്. കറക്റ്റ് അല്ലേ മക്കളെ? സെയിം സ്ട്രാൻഡിലല്ലോ, ഡിഫറെന്റ് അല്ലല്ലോ. അപ്പോൾ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? ഓക്കെ മക്കളെ, 136 നോക്ക്. ടിഷ്യൂ കൾച്ചറിലെ എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് മെറ്റീരിയൽ അല്ലേ? ഡെഡ് പ്ലാന്റ് അല്ല. പാർട്ട് ഓഫ് ദ പ്ലാന്റ് നോട്ട് യൂസ്ഡ് ആണ്. പാർട്ട് ഓഫ് ദ പ്ലാന്റ് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ. മക്കളെ അതല്ലേ കറക്റ്റ് ആൻസർ? സോ 3 ഇസ് ദ റൈറ്റ് ആൻസർ. വീണ്ടും 137 നോക്ക് മക്കളെ. ടോട്ടിപ്പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റി ഓഫ് എ സെൽ അല്ലെങ്കിൽ പാർട്ട് ഓർ ഓർഗൻ ടു ഡെവലപ്പ് ഇൻ ടു എ ഹോൾ പ്ലാന്റ്. സെൽ ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ്. ശരിയാണ്. ബഡ് ടു ജനറേറ്റ്, ബഡ് അവിടെ നിൽക്കട്ടെ. ഡീജനറേറ്റ് അല്ലേ? അപ്പൊ അത് വരില്ല. സീഡ് ഇല്ല. സെറ്റ് ടു എൻലാർജ് അല്ല. അപ്പൊ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. അടുത്ത 138 ചോദ്യം നോക്ക്. BT ടോക്സിക് ജീന് ഐസൊലേറ്റ് ചെയ്തത് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഓക്കെയാണ്. അപ്പൊ BT എന്ന് പറയുന്ന ബാക്ടീരിയ ഇത് പുറത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ പ്ലാന്റ്സ് മേക്കിംഗ് ദം ഇൻസെക്ടിസിഡൽ. സിമ്പിൾ കേസ്. ഓക്കെ, BT എന്ന് പുറത്തെടുത്തു, ചെടിയിൽ നിക്ഷേപിച്ചു, ചെടികൾ ഇൻസെക്ടിസിഡലായി. ക്വസ്റ്റ്യൻ എന്താ? ദ ചോയ്സ് ഓഫ് ജീൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. ജീനിന്റെ ചോയ്സ് എവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്രോപ്പ് പ്ലാന്റിനെ ആശ്രയിച്ചിരിക്കും, ടാർഗറ്റഡ് ആയിട്ടുള്ള പെസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇത് രണ്ടും വരൂലേ? മൂന്നാമത്തെ അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? അല്ലേ? ഇപ്പൊ ക്രോപ്പ് പ്ലാന്റിനെ ആശ്രയിച്ചിരിക്കും കുത്തിവെക്കുന്നത്. അതേപോലെ തന്നെ ഏത് പെസ്റ്റിനെ? കാരണം ക്രൈജീൻ എപ്പോഴും സ്പെസിഫിക് ആണ്. യെസ്. ഓക്കെ മക്കളെ, 139 കിടക്കാണ്. ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് എ ഇൻ ദ ഗിവൺ ഫിഗർ. ഇത് ഇൻസുലിൻ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഈ പറയുന്ന ഇൻസുലിന്റെ ഡയഗ്രത്തിൽ മക്കളെ ഫിഗർ എ ഏതാണെന്നാ ചോദിക്കുന്നത്. ഇതല്ലേ എ? അപ്പൊ പുറത്തേക്ക് പോകുന്ന ആരാന്ന് ചോദിച്ചാൽ ഒഴിവാക്കുന്നത് എപ്പോഴും സി ആയിരിക്കില്ലേ മക്കളെ? ഓക്കെ, അപ്പൊ എക്സ്ട്രാ പോളിപെപ്റ്റൈഡ് ചെയിൻ CA ആവശ്യമുണ്ടോ? സി ഒന്ന് പോയി കിട്ടിയാലല്ലേ എയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്യുള്ളൂ. സോ എ എന്ന് പറയുന്നത് ഏതാ? പോളിപെപ്റ്റൈഡ് C ആണ് മക്കളെ. 140 നമ്മൾ കയറി. 140
140 ചോദ്യം മക്കളെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്ക്, സ്മോളർ ആനിമൽസിന്, ചെറിയ ആനിമൽസിന് സർഫേസ് ഏരിയ കൂടുതലായിരിക്കും റിലേറ്റീവ് ടു ദ വോളിയം. എവിടെ? തണുപ്പുള്ള, അതല്ലെങ്കിൽ സാധാരണ കേസിലത്തെ കേസാണ്. എന്തുകൊണ്ടാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വലിയ ചെറിയ ആനിമൽസ് കാണാത്തതിൻ്റെ റീസൺസ് ആണ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ നമ്മൾ ഈ സെന്റൻസ് പഠിക്കുന്നത്. അടുത്ത നോക്കുക, സ്മോളർ ആനിമൽസ് പോളാർ റീജിയൻസിൽ അങ്ങനെ കാണാറില്ല. സത്യമാണ്. അടുത്ത് നോക്കുക, അപ്പോൾ രണ്ടെണ്ണം കറക്റ്റായ ഓൾ ദി അബവ്, സംശയമില്ല. കരടിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, വലിയ തടിയല്ലേ, അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? വിന്റർ സീസണിൽ മൈഗ്രേറ്റ് ചെയ്യില്ല, അതിന് പകരം ഹൈബർനേഷൻ നടത്തും. ശരിയല്ലേ? ഹൈബർനേഷൻ നടത്തും. എങ്ങനെ? മൂടിപ്പൊതിഞ്ഞ് കിടന്നുറങ്ങും. ഓക്കെ, അതല്ല മൗഗ്ലിനെ ഉപയോഗിച്ച് തേനൊക്കെ എടുത്തിട്ട് കിടന്നുറങ്ങുന്നത്. സോ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം മക്കളെ, 141 ആണ് ക്വസ്റ്റ്യൻ. ദ ഏജ് സ്ട്രക്ചർ ഓഫ് എ പോപ്പുലേഷൻ ഇൻഫ്ലുവൻസസ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ബിക്കോസ്. നമ്മൾ ഏജ് പിരമിഡിനെ കുറിച്ച് പഠിക്കുമ്പം അത് പോപ്പുലേഷൻ ഗ്രോത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും മക്കളെ? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഹാവ് മോർ ഓഫ്സ്പ്രിങ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എല്ലാ കേസിലും? ഇല്ല. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിന് ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവിന് കപ്പാബിലിറ്റി, റീപ്രൊഡക്റ്റീവിന് വേറൊരു കേപ്പബിലിറ്റി, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അത് കറക്റ്റാണ് മക്കളെ. മോർ ഇൻഡിവിജ്വൽസ് ദാൻ ഇമ്മേച്വർ, മോർ ഇൻഡിവിജ്വൽസ് ദാറ്റ് ആർ ഇമ്മേച്വർ സ്ലോവർ ദ പോപ്പുലേഷൻ. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇമ്മേച്വർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പോപ്പുലേഷൻ സ്ലോ ആവുമോ? ഷോർട്ടർ ജനറേഷൻ ടൈം റിസൾട്ട്സ് ഇൻ സ്ലോ. അപ്പോൾ ഫാസ്റ്റ് ആവുക ചെയ്യാം. പെട്ടെന്ന് ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഫാസ്റ്റ് അല്ലേ ആവാം. അപ്പൊ മക്കളെ, ഒരേ ഒരു ആൻസറേ നമുക്ക് ഇതിൽ എടുക്കാനുള്ളൂ. യെസ്, ഇറ്റ്സ് 2. ഇസ് ഇറ്റ്? യാ മക്കളെ, 142 പറയാൻ പോകുന്നത്. നോക്കാം മക്കളെ, കൊണൽ സെലഗൻഫീൽഡ് എക്സ്പെരിമെന്റ് ആണ്. എവിടെയോ കേട്ടിട്ടില്ലേ കൊണൽ സെലഗൻഫീൽഡ് എക്സ്പെരിമെന്റ്? ദ ബാർനക്കിൾസിന്റെ കേസിലാണ്. കടുക്ക, വെളുത്ത നിറത്തിലുള്ള കടുക്ക. അവിടെ സുപ്പീരിയർ ബാർനക്കിൾ ആയിട്ടുള്ള ബലാനസ് ഡോമിനേറ്റ് ചെയ്യും. എന്നിട്ട് ആര് പോയി? കാഥാമലസ് എന്ന് പറയുന്നവൻ പോയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഇവൻ ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്? കോമ്പറ്റേറ്റീവ് റിലീസിന്റെ അല്ലേ മക്കളെ? ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകും എന്നല്ലേ നമ്മളിവിടെ പഠിക്കുന്നത്? യെസ്. ലെറ്റ്സ് മൂവ് ടു 143. 143. Which one of the following do not account for the formation of major biome? മക്കളെ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ സ്റ്റാർട്ടിംഗ് പേജ് കഴിഞ്ഞ് വരുന്ന സ്ഥലത്താണ് ബയോം. അപ്പൊ ബയോമിനെ കുറിച്ച് പറയുമ്പം ആനുവൽ വേരിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ടെമ്പറേച്ചർ ഡു നോട്ട് അക്കൗണ്ട് ആണ്. കണ്ട, ടെമ്പറേച്ചറിലെ വ്യത്യാസം ബയോം ഉണ്ടാക്കാം. ആനുവൽ വേരിയേഷൻ ദ ഡ്യൂറേഷൻ ഓഫ് ടെമ്പറേച്ചർ, ഡ്യൂറേഷനിലും വ്യത്യാസം ഉണ്ടാക്കാം. ആനുവൽ വേരിയേഷൻ പ്രസിപ്പിറ്റേഷൻ, മഴയും മഞ്ഞുള്ള വേരിയേഷൻ, അതും ബയോം ഉണ്ടാക്കാം. ആകെ വ്യത്യാസമുള്ളത് മണ്ണിന്റെ കാരണം കൊണ്ട് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. അപ്പൊ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് അക്കൗണ്ട് ഫോർ ദ ഫോർമേഷൻ ആണ്. അപ്പൊ ടെമ്പറേച്ചർ ആണ് ഇവിടെ കാര്യമായിട്ട് നമുക്ക് പറയുന്ന പ്രസിപ്പിറ്റേഷൻ. സോയിലിനെ കുറിച്ച് അവിടെ കാര്യമായി അവർ പ്രതിപാദിക്കുന്നില്ല, ടെക്സ്ചർ മാറുന്നുണ്ട്. മക്കളെ, 144 ചോദ്യം പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. n ഇസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം t, ദെൻ ഇസ് ഡെൻസിറ്റി അറ്റ് ടൈം t+1. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുമ്പോൾ നോക്കാം മക്കളെ, n+t+1 എല്ലാം കറക്റ്റാണ്. nt മൈനസ് ഒരിക്കലും വരില്ല. nt+b+i -d+e മക്കളെ 3 ആണ് കറക്റ്റ് ആൻസർ. പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഗംഭീരമായ ഒരു ഇക്വേഷനാണിത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു 145. 145 ചോദ്യം നോക്ക്. ഇന്റഗ്രൽ ഫോം ഓഫ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ടു കാൽക്കുലേറ്റ് ആർ വാല്യൂ ചോദിച്ചാൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? nt ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റേസ് ടു rt മക്കളെ 3 ആണ് കറക്റ്റ് ആൻസർ. nt ഈസ് ഈക്വൽ ടു n0. ഓക്കെ, അപ്പൊ ഇതൊന്നുമല്ല. nt ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റേസ് ടു rt. nt എന്ന് പറയുമ്പോൾ ഫൈനൽ സൈസ്, n0 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സൈസ്, e എന്ന് പറയുന്നത് ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം, r എന്ന് പറയുന്നത് ഓർമ്മയുണ്ടാവും നമുക്ക് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, t എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ മക്കളെ, ലെറ്റ്സ് മൂവ് ടു 146. 146 പ്രത്യേകം നോക്ക്. പ്രൈമറി കൺസ്യൂമർ ഇൻ മെയ്സ് ഫീൽഡ്, ഒരു ചോളത്തിന്റെ പാടത്തിലെ പ്രൈമറി കൺസ്യൂമർ. ഓക്കെ, മെയ്സ് അവിടെയുണ്ട്. മെയ്സ് എന്ന ചോളത്തിനെ ആശ്രയിക്കുന്നത് എന്തായാലും
ആരാ? അത് ഗ്രാസ് ഹോപ്പർ അല്ലാതെ വേറെ ആരുമില്ലല്ലോ മക്കളെ. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് കുളത്തിലെ ചെടിയാണ്. അപ്പൊ മക്കളെ ഗ്രാസ് ഹോപ്പർ അല്ലാതെ വേറെ ആരും അവിടെ വരുന്നില്ല. ഗ്രാസ് ഹോപ്പറിനെ വുൾഫും പിന്നെ ലയണും അത് അങ്ങനെ ആശ്രയിക്കുന്ന ആൾക്കാർ അവിടെ കൊടുത്തില്ല. ഗ്രാസ് ഹോപ്പർ ഇസ് ദ പ്രൈമറി കൺസ്യൂമർ മക്കളെ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ 147 147. വീണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് വരരുത്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പിരമിഡ് ഓഫ് എനർജി ഇസ് മോസ്റ്റ്ലി അപ്രൈറ്റ്. കറക്റ്റ് അല്ലേ? ബട്ട് സംടൈംസ് ഇറ്റ് മേ ബി ഇൻവേർട്ടഡ്. മക്കളെ ഇനി തെളിവുകളെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആവില്ല എന്നുള്ളത് ഉരവിട്ട് പഠിച്ചൊരു സംഗതിയാണ്. അപ്പൊ പിന്നെ 1 അല്ലാതെ വേറൊരു ആൻസർ നമുക്ക് അവിടെ വരുത്താൻ പറ്റുമോ? നെവർ. ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, 148 ഗംഭീരമായ ഒരു ചോദ്യമാണല്ലോ മക്കളെ. 148 നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ഇത്തവണയും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കാനാണ് പറയുന്നത്. ഗംഭീരമായ ചോദ്യമാണ്, നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് അറ്റ് ഡിഫറെന്റ് ട്രോഫിക് ലെവൽ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ശരിയാണ്. പിരമിഡ് ഓഫ് നമ്പർ ഉണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്, പിരമിഡ് ഓഫ് എനർജി ഉണ്ട്. കറക്റ്റാണ്. അടുത്ത് നോക്കാം, വളരെ ശ്രദ്ധിച്ച് നോക്കാം. എനി കാൽക്കുലേഷൻസ് ഓഫ് എനർജി കണ്ടന്റ് ബയോമാസ് അല്ലെങ്കിൽ നമ്പർ ഹാസ് ടു ഇൻക്ലൂഡ് 1 ഗ്രൂപ്പ്. തെറ്റല്ലേ? ഹാസ് ടു ഇൻക്ലൂഡ് 1 ഗ്രൂപ്പ്. ഓൾ ഗ്രൂപ്പ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത് മക്കളെ? ഓൾ ഗ്രൂപ്പ് എന്നാണ് പഠിക്കുന്നത്, ഓൾ ഗ്രൂപ്പ് ഓഫ് ഓർഗാൻസ്. അപ്പൊ അത് തെറ്റാണ്. ആ സെന്റൻസ് ഉരുവിട്ട് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും അത് മിസ്റ്റേക്ക് വരില്ല. നോക്കൂ, ഇൻ മോസ്റ്റ് എക്കോസിസ്റ്റം ഓൾ ദ പിരമിഡ്സ് നമ്പർ ബയോമാസ് എനർജി. ഓക്കെ, ഒരുവിധം എക്കോസിസ്റ്റത്തിലൊക്കെ തന്നെ ബയോമാസ് പിരമിഡും നമ്പറും ഒരുവിധം എല്ലാ എക്കോസിസ്റ്റത്തിലും അത് അപ്രൈറ്റ് അല്ലേ മക്കളെ? ഓക്കെയാണ്. അടുത്ത നോക്ക്. അപ്പൊ 2 ശരിയായ, ഇനി 1 ചാൻസ് ഉള്ളത് നമുക്ക്. 2 കൂടി ഉണ്ട്. ദ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഇസ് ജനറലി ഇൻവേർട്ടഡ്. അത് കറക്റ്റാണ്. പിരമിഡ് ഓഫ് ബയോമാസ് എപ്പോഴും സിയിൽ എപ്പോഴും ഇൻവേർട്ടഡ് ആണ്. ഇനി ഒരേ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളൂ. പിരമിഡ് ഓഫ് എനർജി ഇസ് ഓൾവേസ് ഇൻവേർട്ടഡ്. പോയി, അത് തെറ്റാന്നുള്ളതിൽ സംശയമില്ല മക്കളെ. എ കറക്റ്റാണ്, സി കറക്റ്റാണ്, ഡി കറക്റ്റാണ്. അപ്പൊ 3 കറക്റ്റാണ്. സോ ഫസ്റ്റ് 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ കണ്ടുപിടിച്ച് എഴുതുമ്പോഴേക്കും ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ സെന്റൻസ് നന്നായി പവർഫുൾ ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, നമ്മൾ 149 കയറി. 149. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എട്രോസ്പോറസ്? താരതമ്യേന എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എട്രോസ്പോറി ബിലോങ്സ് ടു സാൽവീനിയ ആൻഡ് സെലാജിനല്ല. ഇവിടെ സാൽവീനിയ മാത്രമുള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ഹിയർ കംസ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റൽ. നോക്കൂ മക്കളെ, വിച്ച് among the following are known as the amphibians of the plant kingdom? നീറ്റിന് വേണ്ടി ആദ്യമായി നമ്മൾ മനസ്സ് വെച്ച സമയത്ത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് പുൽക്കൊടിക്ക് പോലും അറിയാം അത് ബ്രയോഫൈറ്റ്സ് ആണ്, ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. ഓക്കെ, ഒരു സംശയമില്ല. ഓക്കെ, അപ്പൊ 50 ക്വസ്റ്റ്യൻസും നന്നായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ചോദ്യങ്ങൾ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷെ ക്വസ്റ്റ്യൻസ് ടൈം എടുത്ത് ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. എനിയോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു സ്കോർഡ് ഫുൾ മാർക്ക് മക്കളെ. സോ ഒരു ഗംഭീരമായ ഒരു താങ്ക്സ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മക്കളെ. Okay, so see you on the next Great Indian Battle. Thank you. Okay.